ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ടി വിയുടെ ഏരിയയിലൊക്കെ പ്ലഗുകൾ കാര്യങ്ങളൊക്കെ സോക്കറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടി വിയുടെ അടുത്ത് തന്നെ സ്വിച്ച് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതായത് ടി വിയുടെ ബാക്കിലേക്ക് സ്വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെ പരിഹരിക്കാമെന്നും എങ്ങനെ എല്ലാ സ്വിച്ചും എല്ലാ നമ്മുടെ ഡിവൈസുകളും ഒറ്റ പ്ലഗിൽ ആ ഏരിയയിൽ തന്നെ ഒന്നിച്ച് കൊടുക്കാമെന്ന ഡീറ്റെയിൽസ് വീഡിയോ ആണ് നോക്കുന്നത്. നമ്മൾ ആദ്യമേ തന്നെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 6 മോഡ്യൂളിൻ്റെ ഒരു ബോക്സ്, അതായത് 6 മോഡ്യൂൾ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 പ്ലഗ് കൊടുക്കാം. 8 മോഡ്യൂൾ എന്ന് പറയുമ്പോൾ 4 പ്ലഗ് സോക്കറ്റ് കൊടുക്കാവുന്ന ഓപ്ഷനുള്ള പ്ലേറ്റിൻ്റെ മെറ്റൽ ബോക്സ് നമ്മൾ എവിടെയാണോ വേണ്ടത് ആ ഹൈറ്റിനനുസരിച്ച് നമ്മൾ പിടിപ്പിക്കുക. നോർമലിൽ നമ്മൾ കൊടുക്കുന്നത് ടി വിയുടെ ഏരിയയിലാവുന്ന സമയത്ത് നമ്മൾ താഴെ ഒരു ടേബിൾ വരുന്നുണ്ട് 50 സെൻറ്റിമീറ്റർ താഴെയും, ഏറ്റവും ടി വിയുടെ ബാക്കിൽ വരുന്ന സമയത്ത് നമുക്കൊരു 120 സെൻറ്റിമീറ്ററിലാണ് സാധാരണ കൊടുക്കാറ്. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം 50 സെൻറ്റിമീറ്റർ താഴെയായിട്ട് 3 പ്ലഗ് വരാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെ എല്ലാം കൂടി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒറ്റ സ്വിച്ചിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് LED TV, അതിൻ്റെ സെറ്റ് ഓഫ് ബോക്സ്, ഇനി വൈഫൈ ഉണ്ടെങ്കിൽ വൈഫൈക്ക് ഫുൾ ടൈം ഓണായി കിടക്കുന്ന രീതിയിലുള്ള പ്ലഗ് നമ്മൾ മാറ്റി കൊടുക്കണം. അങ്ങനെ നമ്മൾ ഒറ്റ സ്വിച്ചിൽ തന്നെ ഈ പറയുന്ന ടി വി, ഹോം തിയേറ്റർ, അതുപോലെ തന്നെ സെറ്റ് ഓഫ് ബോക്സ് ഇതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ 3 പ്ലഗ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഒറ്റ സ്വിച്ചിൽ തന്നെ ഇതെല്ലാം ഒന്നിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. ഇനി അത് കൂടാതെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ സ്വിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഒരു ഫേസ് ന്യൂട്രൽ എർത്ത് വന്നു, അത് തന്നെ ലിങ്ക് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ കൺട്രോളിങ് വരുന്നത് ഒറ്റ DP സ്വിച്ചാണ്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ടി വിയുടെ ഏരിയ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് DP സ്വിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇടിവെട്ട് കാര്യങ്ങളൊക്കെ ഒരു 90% നമുക്ക് ഇതിൽ നിന്നും രക്ഷ നേടാൻ പറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രും കൂടി കട്ടാവാണ്. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ന്യൂട്രും ഫേസും കട്ടാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. മോട്ടറിൻ്റെ സ്വിച്ച്, AC സ്വിച്ചൊക്കെ കൊടുക്കുന്ന പോലെ ന്യൂട്രും ഫേസും കട്ടാവും. അപ്പോൾ നമ്മൾ വീട്ടിൽ ആളില്ലെങ്കിൽ കൂടി ഇടിവെട്ട് കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ടി വിയുടെ ഏരിയ ഒന്ന് ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു 90% വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങൾ സംഭവിക്കില്ല. കാരണം ന്യൂട്രലിലൂടെ വരുന്ന ഇടിമിന്നലിനെ നമുക്ക് തടുക്കാനായിട്ട് സാധിക്കും. അതായത് ഫേസ് നമ്മൾ ഓഫ് ചെയ്തിട്ടാലും സിംഗിൾ സ്വിച്ച് ആയി കഴിഞ്ഞാൽ ഓൺ വേ സ്വിച്ച് ആകുമ്പോൾ ന്യൂട്രൽ വഴി കണക്റ്റഡ് ആണ്. പക്ഷേ നമ്മൾ ഈ സ്വിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മൾ DP സ്വിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ന്യൂട്രും ഫേസും കട്ടാവും. അത്യാവശ്യം നമുക്ക് നല്ലൊരു സേഫ്റ്റി ടി വിയുടെ യൂണിറ്റിന് കിട്ടും. അതുമാത്രമല്ല, നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഇൻഡിക്കേറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ DP സ്വിച്ച് 32 ആംസിൻ്റെ DP സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് ആദ്യമേ തന്നെ ഇതിവിടെ കൊടുത്തിരിക്കുന്നത് ടി വിയുടെ ഏരിയ നമ്മൾ ഇൻവെർട്ടർ സെക്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ന്യൂട്രൽ വന്നിരിക്കുന്നു, ഇൻവെർട്ടർ സെക്ഷൻ വന്നു, അത് തന്നെ മുകളിലേക്ക് വരുന്ന ന്യൂട്രും ഫേസും കൂടി ഒറ്റ ലീഡായിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതായത് ന്യൂട്രൽ ഫേസും കൺട്രോൾ ചെയ്തിട്ട് നേരെ പറയുന്ന നമ്മുടെ 3 എണ്ണത്തിൻ്റെ മെറ്റൽ ബോക്സിലേക്ക്, അതായത് നമ്മൾ പറയുന്ന സോക്കറ്റിലേക്ക് 3 എണ്ണം കൂടി ഒന്നിച്ച് കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റ DP സ്വിച്ച് കൊണ്ട് തന്നെ ടി വിയുടെ ഏരിയ കൺട്രോൾ ചെയ്യുന്നതാണ് നല്ലത്. ഇനി വൈഫൈയുടെ സെക്ഷൻ ആണെങ്കിൽ മാത്രം നമുക്കൊരു 1 വേ സ്വിച്ച് സെപ്പറേറ്റ് വരെ മാറ്റി വൈഫൈ ഫുൾ ടൈം ഓൺ ആവുന്നതിന് വേണ്ടിയിട്ട് ഇത് ഈ പറയുന്ന രീതിയിൽ DP സ്വിച്ച് 3 എണ്ണത്തിനും ഒരേ രീതിയിൽ തന്നെ 3 കൂടി ലൂപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ന്യൂട്രലിലേക്കും അത് ഫേസ് റൈറ്റ് സൈഡായിട്ട് വരുന്ന രീതിയിൽ, ന്യൂട്രലെല്ലാം തന്നെ ലെഫ്റ്റ് സൈഡിൽ വരാവുന്ന രീതിയിലുമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ടി വിയുടെ ഏരിയയിൽ നമുക്ക് എങ്ങനെ സ്വിച്ച് കൊടുക്കണമെന്നും പ്ലഗ് സോക്കറ്റുകൾ കൊടുക്കണമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ ഈ പ്ലഗ് സോക്കറ്റ് കൊടുക്കുന്ന സമയത്ത് ഒരെണ്ണം, അതായത് നമ്മൾ ഈ പറയുന്ന ഒരു പ്ലഗിൻ്റെ അകത്ത് വരുന്നത് സോക്കറ്റ് ഒരെണ്ണം നമ്മൾ ഇൻ്റർനാഷണൽ സോക്കറ്റ് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം വെച്ചാൽ ഇൻ്റർനാഷണൽ സോക്കറ്റ് ആകുമ്പോൾ ഏത് ടൈപ്പ് പ്ലഗുകൾ വന്നാലും പുറത്തുനിന്ന് ഏത് രാജ്യത്തു നിന്നുള്ള കൊണ്ടുവന്നാലും നമുക്ക് ഇതിൻ്റെ അകത്ത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സോക്കറ്റ് ഇവിടെ നമ്മൾ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണമെങ്കിലും നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight.